ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കി. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം കാണുമല്ലേ? മാൽക്കിസിന്റെ ചീസ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ് എന്നൊരു കഥ ചൊല്ലട്ടുമാ. 2 വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഇവനെ ആദ്യമായി കാണുന്നത്. അന്ന് അവർ തന്ന ചായ സൽക്കാരത്തിൽ ടേബിളിൽ ഇരുന്ന മറ്റു പലഹാരത്തിൻ്റെ ഇടയിലാണ് ഇവനെ ഞാൻ ആദ്യമായി കാണുന്നത്. പൊതുവെ ക്രീം ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമുള്ള ഞാൻ ഇവനെ കണ്ടപ്പോൾ തന്നെ ഒന്നെടുത്തു. കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ക്രീമല്ല ചീസാണെന്ന്. കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി ഗൈസ്. ഭയങ്കര വേനെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. കൊതി മൂത്ത് ഞാൻ ഒരു ബിസ്ക്കറ്റും കൂടി എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ ഗസ്റ്റാണ്, അതും ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത്. ആ മേനേഴ്സ് സ്കിപ്പ് ചെയ്യേണ്ടേ എന്നുകൊണ്ട് മാത്രം ഞാൻ 2 ബിസ്ക്കറ്റിലും 1 കപ്പ് കാപ്പിയിലും ആ സൽക്കാരം ഞാനങ്ങ് നിർത്തി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഗൈസ്. ഈ ഇടയ്ക്കാണ് ടി വിയിൽ എന്തോ പ്രോഗ്രാം കാണുന്നതിനിടയിൽ ഈ ബിസ്ക്കറ്റിൻ്റെ പരസ്യം കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ 2 വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ച ബിസ്ക്കറ്റാണ്, നല്ല ടേസ്റ്റാണ്, ഉള്ളിൽ ചീസൊക്കെ ഉണ്ട്, മേലെ ഷുഗർ മണീസൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. എൻ്റെ കെട്ടിയവനും ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവരൊക്കെ ഏത് ഭൂലോകത്താണ് ജീവിക്കുന്നതെന്ന്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ. അങ്ങനെ ആളിന്ന് വൈകുന്നേരം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റ്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, കൊതിയായി. ആദ്യം തന്നെ എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കുന്നു. 8 എണ്ണം ഉണ്ടായിരുന്നു. എന്നാലേ കൃത്യമായിട്ട് ഭാഗിച്ചെടുക്കാൻ പറ്റുള്ളൂ. അന്നത്തെ അതേ ടേസ്റ്റും അതേ ഫീലും എന്താ പറയുക, അന്നത്തെ അതേ സ്വാദം തന്നെയായിരുന്നു എനിക്കിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കഴിക്കുമ്പോഴട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റ് ഇത്രയ്ക്ക് ഫേമസ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. ഇതിന് വേറൊരു ഫ്ലേവർ ഉണ്ട്, ചോക്ലേറ്റും എന്നൊക്കെ. അതിനൊരിക്കൽ ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ആഡ് കണ്ടിട്ടായിരുന്നു ഇത് വീണ്ടും തിരിച്ചറിഞ്ഞതെന്ന്. ആ ആഡ് ചെയ്തത് അമിതാഭ് ബച്ചനാണെന്ന് പോലും ഞാനന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം ഈ ബിസ്ക്കറ്റ് കണ്ട ആക്രാന്തെന്നോ സന്തോഷമെന്നോ എന്ത് എന്ന് പറയാം, ബിസ്ക്കറ്റ് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1-2 ബിസ്ക്കറ്റ് വെറുതെ കഴിച്ചു നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ചായയിൽ മുക്കി, ചായ വന്നത് കട്ടൻ കാപ്പി കേട്ടോ. കട്ടൻ കാപ്പിയിൽ മുക്കി കഴിച്ചു നോക്കിയാലായി അടുത്ത പ്ലാൻ. അപ്പോൾ കട്ടൻ കാപ്പിയിൽ മുക്കി കഴിച്ചപ്പോൾ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. വെറുതെ കഴിക്കാനായിരുന്നു കേട്ടോ എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടം. അതുപോലെ തന്നെ ചീസൊക്കെ വെറുതെ കയ്യിലെടുത്ത് കഴിക്കണം, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് എൻ്റെ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് പ്ലീസ്. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.